ഇന്ത്യ കക്ഷികളുടെ നിർണായക യോഗം ഇക്കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചതിനു പിന്നാലെ മികച്ച രീതിയിൽ ഹോംവർക്ക് നടത്തിയിട്ടാണ് കോൺഗ്രസ് എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് കക്ഷികളുമായുള്ള സഖ്യം തീരുമാനിക്കാൻ മുകുൾ വാസ്നിക് കൺവീനറായ സമിതിയെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരുന്നു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ, മുൻ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദ്, മുതിർന്ന നേതാവ് മോഹൻ പ്രകാശ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഖാർഗെ ഈ പ്രഖ്യാപനം നടത്തിയത്. സീറ്റ് വിഭജനവും സഖ്യവും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സമിതിയാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്നതാണ് വിവരം. അതുകൊണ്ട് തന്നെ സഖ്യവും സീറ്റും സംബന്ധിച്ചുള്ള കാര്യങ്ങളെ തങ്ങൾ ഗൗരവത്തിലാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് ഈ നീക്കമെന്നും കരുതാം. കോൺഗ്രസ് സഖ്യത്തെ മാനിക്കാറില്ല, സീറ്റ് ചർച്ചകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ മറ്റു കക്ഷികൾക്കുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനം കോൺഗ്രസ് എടുത്തതെന്നും കാണാൻ സാധിക്കും. ഇക്കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ട 2 സീറ്റുകൾ പോലും കോൺഗ്രസ് വിട്ടു നൽകിയില്ല. ഇതിരൂക്ഷമായ വിമർശനമാണ് മറ്റു ഘടകകക്ഷികളിൽ നിന്നുണ്ടായത്. എന്നാൽ സമാജ്വാദി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കോൺഗ്രസ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. 19 നടന്ന യോഗത്തിൽ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ അധ്യക്ഷയുമായ മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പേര് ഇന്ത്യ പാർട്ടികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. രാജ്യത്തെ ആദ്യ ദളിത് പ്രധാനമന്ത്രി എന്ന ഊന്നൽ കൊടുത്ത് പ്രചരണത്തിന് ഇറങ്ങാമെന്നതാണ് ഇവർ ഇതിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം. പ്രധാനമന്ത്രി പദ മോഹികളായ ഒട്ടേറെ നേതാക്കൾ സഖ്യത്തിൽ ഉണ്ടെന്നിരിക്കെ മുന്നണിക്ക് കോൺഗ്രസിന്റെ നേതൃത്വം ആവശ്യമുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയാണ് 19 യോഗത്തിലെ ഈ തീരുമാനം കൊണ്ട്. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല, BJPയുടെ പരാജയമാണ് ലക്ഷ്യമെന്ന് യോഗത്തിന് മുമ്പ് പറഞ്ഞ മമത പൊടുന്നനവെ ഖാർഗെയുടെ പേര് ഉയർത്തിയതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. കോൺഗ്രസിൽ നിന്നും രാഹുൽ ഗാന്ധി, JDU അധ്യക്ഷൻ നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലേക്ക് എത്തുന്നത് മുളയിലെ നുള്ളുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്നും പകൽ പോലെ വ്യക്തമാണ്. യോഗത്തിന് മുമ്പ് മമതയും കെജ്രിവാളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സഖ്യത്തെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് വേണമെന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ടിയാണ് മുന്നണിയുടെ മുന്നോട്ടു പോക്കിനെ തളർത്തിയത് എന്നും തുറന്നു പറയാനും സഖ്യകക്ഷികൾ മടിച്ചില്ല എന്നതും കാണാൻ സാധിക്കും. സമാജ്വാദി പാർട്ടി, RJD, JDU പാർട്ടികളാണ് ഈ രീതിയിലുള്ള വിമർശനം നടത്തിയിരിക്കുന്നത്. മികച്ച രീതിയിൽ മുന്നോട്ട് വന്ന പ്രതിപക്ഷ കൂട്ടായ്മയെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളാണ് തളർത്തിയത് എന്നതായിരുന്നു കുറ്റപ്പെടുത്തൽ. എന്നാൽ സംഭവിച്ചു പോയതിനെക്കുറിച്ച് പരിതപിക്കാതെ ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാം എന്ന മെയ്വഴക്കം കോൺഗ്രസ് പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ നിലവിൽ പ്രശ്നങ്ങൾ രമ്യതയിലാണ് അവസാനിച്ചിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും.